ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളച്ച് വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പം 250 ml കപ്പിൽ 2 കപ്പ് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതേ വെള്ളത്തിൽ തന്നെ 5 മിനിറ്റ് നേരത്തേന് വെക്കാം. അതിനുശേഷം ആ വെള്ളം കളഞ്ഞിട്ട് വേറെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലേക്ക് ഈ സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഈ സമയത്ത് വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ജീരകം പൊട്ടി കഴിയുമ്പം ഒരു വലിയ സവോള അരിഞ്ഞിട്ട് കൊടുത്ത് വഴറ്റാം. സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 4-5 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1/2 ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. സോയാ ചങ്ക്സ് ഇവിടെ കൈകൊണ്ട് പിടിക്കാൻ പാകത്തിന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സവോള ഇപ്പം നല്ലതുപോലെ വഴന്ന കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉപ്പ് തീരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു 1/2 ടീസ്പൂണിന് മേലെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കുകയാണ്. നമ്മൾ എത്ര പിഴിഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ നല്ല പോലെ പിന്നെയും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി ഇതിൽ വെള്ളം നല്ല പോലെ വറ്റിച്ച് അടിയിൽ പിടിക്കുന്ന ആ ഒരു പാകത്തിന് അത്രയും നല്ല പോലെ വെള്ളം വറ്റി കഴിയുമ്പോൾ നല്ല അടിപൊളി സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.